ഒരു കാലത്ത് ജൈവ നെൽകൃഷിക്കും കാർഷിക സമൃദ്ധിക്കും പേരുകേട്ട ഇടമായിരുന്നു തളിപ്പറമ്പ് പട്ടുവം. എന്നാൽ ഇന്ന് ഏക്കറുകളോളം പരന്നുകിടക്കുന്ന കൈപ്പാടത്തിന്റെ പല ഭാഗങ്ങളും കാട് കയറിയ നിലയിലാണ്. കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താൻ സമഗ്ര പദ്ധതികൾ ഉണ്ടാവുന്നില്ലെന്നതാണ് കർഷകരുടെ ആക്ഷേപം. കൈപ്പാട് കൃഷിയും ജൈവ കൃഷിയും കൊണ്ട് സമൃദ്ധമായിരുന്ന പട്ടുവം എന്നാൽ ഇന്ന് ആ പഴയ കാർഷിക പ്രതാപമില്ല. ഒരു കാലത്ത് പൊന്നുവിളയിച്ചിരുന്ന 300 ഏക്കറിലധികം ഭൂമിയാണ് നിലവിൽ കാടുകയറി തരിശിട്ടിരിക്കുന്നത്. മിക്ക കൃഷിയിടവും കണ്ടലും മറ്റും വളർന്ന് കാടായി മാറി. കൈപ്പാട് കൃഷിയാൽ സമൃദ്ധമായിരുന്ന പടിഞ്ഞാറേച്ചാൽ, കിഴക്കേപ്രം, മുതുകുട, മുള്ളൂൽ, കയ്യം, കൂത്താട്ട് ഉൾപ്പെടെയുള്ള കൈപ്പാട് പ്രദേശങ്ങളിൽ കാട് കയറി മൂടിയതോടെ വന്യമൃഗശല്യവും വർദ്ധിച്ചു. തരിശിട്ടിരിക്കുന്ന പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കാനുള്ള ഒരു പദ്ധതിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പട്ടുവം വികസന വേദി പ്രസിഡന്റ് രാജീവൻ കപ്പച്ചേരി. കൈപ്പാടുകളിൽ കണ്ടൽ കാടും അതുപോലെ തന്നെ മറ്റു മരങ്ങളും വളർന്ന് പന്തലിച്ച് വലിയ കൊടുങ്കാടായി മാറിയതോടുകൂടി ഇവിടെ കാട്ടുപന്നികളും വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് പടിഞ്ഞാറേ ചാലിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പട്ടുവം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളായ കിഴക്കേപ്പുറം, അതുപോലെ മുതുകുട, കയ്യം, മുള്ളൂലി, കൂത്താട്ട് ഉൾപ്പെടെയുള്ള കൈപ്പാടുകൾ കാട് കയറി മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെ കാടുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ കൃഷിയിടമാക്കി മാറ്റാൻ, പഴയ കാലത്ത് പോലെ കൃഷിയിടമാക്കി മാറ്റാൻ പട്ടുവം പഞ്ചായത്തും അതുപോലെ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് പട്ടുവം പഞ്ചായത്തിൻ്റെ ഈ നെല്ലറ തിരിച്ചു പിടിക്കാൻ അടിയന്തരമായും ഈ കൃഷിഭൂമി, കാട് കയറി കിടക്കുന്ന കൃഷിഭൂമി കൃഷിയോഗ്യമാക്കാൻ, അത് 300 ഏക്കർ അധികമുള്ള ഈ പ്രദേശങ്ങൾ വൃത്തിയാക്കി കൃഷിയോഗ്യമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രദേശം കൃഷിയോഗ്യമാക്കി കണ്ണൂരിന്റെ നെല്ലറയെന്ന പട്ടുവത്തിന്റെ പഴയ ഖ്യാതി തിരിച്ചു പിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.